കുട്ടനാട്ടിലെ എച്ച് ബ്ലോക്ക് പാടശേഖരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കടുത്ത വരൾച്ച, രോഗബാധ എന്നിവയെ അതിജീവിച്ച് നെൽച്ചെടികൾ വിളവെടുപ്പിന് പാകമാകുന്നു. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ എരണ്ടപ്പക്ഷികളുടെ ആക്രമണം മികച്ച വിളവെന്ന കർഷകരുടെ മോഹം തല്ലിക്കെടുത്തുന്നു. ഇരുട്ട് വീഴുന്നതോടെ കൂട്ടമായെത്തുന്ന പക്ഷികൾ നെന്മണികൾ പെറുക്കിയെടുക്കാനാവാത്ത വിധം സർവനാശം വിതയ്ക്കുന്നു. പാട്ടകുട്ടിയും പടക്കം പൊട്ടിച്ചും പക്ഷികളെ ഓടിക്കാനുള്ള നീക്കവും ഫലപ്രദമാവുന്നില്ല. പക്ഷേ ഇതേപോലെ ഒരു നാശം ഉണ്ടാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതൊരു ഭയങ്കരമായ ഭീമമായ ഒരു നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എരണ്ട. ഇതിനെ ഉപദ്രവിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. അഥവാ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നോൺ വെയിലബിളാണ്. സെപ്റ്റംബർ ആദ്യവാരം കുട്ടനാട്ടിലെത്തി നവംബറോടെ മടങ്ങിയിരുന്ന സൈബീരിയയിൽ നിന്നെത്തുന്ന വിസ്ലിംഗ് ടീൽ, കോമൺ ടീൽ, വൈൽഡക്ക് ഇനങ്ങളിൽപ്പെടുന്ന എരണ്ടകൾ ഫെബ്രുവരി പകുതി പിന്നിട്ടിട്ടും മടങ്ങിയിട്ടില്ല. തുലാവർഷക്കാലത്തെ ഇടിയോടുകൂടിയുള്ള മഴക്കാലത്തെ ഭീതിയിലായിരുന്നു എരണ്ടകളുടെ മടക്കം. എന്നാൽ മഴ പൂർണ്ണമായി അകന്നു നിന്നത് എരണ്ടകളെ കുട്ടനാട്ടിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നു. ഇത് മൈഗ്രേറ്റിംഗ് ബേർഡാണിത്, എരണ്ട എന്ന് പറയുന്നത്. അത് സീസണിൽ വരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇത് പേടിയില്ലാത്ത കാരണം ഇവിടെ വന്ന് തമ്പടിച്ച് കിടക്കുകയാണ്. പോകുന്നില്ല, തിരിച്ച് സൈബീരിയയിലേക്ക് പോകുന്നില്ല. അനുകൂലമായ സാഹചര്യത്തിൽ എരണ്ടകളുടെ എണ്ണത്തിലും വൻ വർധനമുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. നഷ്ടപരിഹാര കാര്യത്തിൽ കൃഷിവകുപ്പും വനംവകുപ്പും പരസ്പരം കൈമലർത്തുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. അതിഥികളായിത്തീരുന്ന ദേശാടന പക്ഷികൾ കുട്ടനാട്ടിൽ ആതിഥേയരായി മാറിയിരിക്കുന്നു. അപ്രതീക്ഷിതമായുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ കോടികളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. കുട്ടനാട്ടിലെ എച്ച് ബ്ലോക്കിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18.